ഇപ്പോൾ മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിൽ വിഷ്ണു ശ്യാമാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ എൻഡിലേക്ക് വരുമ്പോൾ ആ ഒരു ഇമോഷണൽ ഡിലേമ, ബിജു മേനോൻ്റെ ഇമോഷണൽ ഡിലേമയും അതെല്ലാം വരുമ്പോൾ ഈ മ്യൂസിക്കിൻ്റെ വർക്കും കൂടെ ഭയങ്കര ബ്ലെൻഡായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടൊരു ത്രില്ലർ, ഒരു മിസ്റ്ററി എന്നായിട്ട് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഇച്ചിരി കൂടെ സോഷ്യലി അല്ലെങ്കിൽ ടോപ്പിക്സ്, സബ്ജക്ട്സ് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ബേസിക്കലി ഈ ഒരു മൂവിയുടെ ബേസിക്കായിട്ട് നോക്കുമ്പോൾ ഇത് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത്. കാരണം നമുക്ക് വില്ലൻ്റെ മോട്ടീവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് കൺവിൻസിങ് ആവാത്ത അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡെപ്ത്നെസ് തോന്നിയില്ലെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ ഒരു കഥയിൽ കുറച്ചും കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ബിജു മേനോൻ്റെ പെർഫോമൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഓഫ് പാരൻറ്റിങ് നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ പറ്റും. ടോക്സിക്കും പ്രോപ്പർ പാരൻറ്റിങ്ങും രണ്ടും നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിജു മേനോൻ്റെ ആ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് ആ ടോക്സിക് പാരൻറ്റിങ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഈ മൂവി ശരിക്കും അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളൊരു പെർഫോമൻസ് എന്ന് പറയുമ്പോഴും ജോർജ് ജോർജും ഒട്ടും മോശമല്ല, ലെനയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഫീലിങ്സ്, ഇമോഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ജോർജ് ജോർജ്, ലെന അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ലിയോണ ലിഷോയിനെ നമ്മൾ കാണുന്നത്. ലൈക്ക് ഒരു പോലീസ് വേഷത്തിലെത്തുമ്പോൾ അത് നൈസായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇർഷാദ് ആണെങ്കിലും സൂപ്പറായിട്ട് അവരുടെ പെർഫോമൻസും വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ ത്രില്ലർ മൂവീസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്കൊരു സട്ടിലായിട്ട് പറഞ്ഞു പോകണതും മാസ് മൊമെൻറ്റ്സും അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും, ഓവർ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു 1 ടൈം വാച്ചായിട്ട് കൺസിഡർ ചെയ്യുന്ന മൂവിയാണ് വലതുവശത്തെ കള്ളൻ. പിന്നെ നമ്മൾ മിക്കപ്പോഴും ജിത്തു ജോസഫിൻ്റെ പടങ്ങൾ ഇറങ്ങുമ്പോൾ കമ്പാരിസൺസ് വരാനുണ്ട് മുന്നേ ചെയ്തു വെച്ച പടങ്ങൾ പോലെ. അതൊക്കെ അപ്പം നമുക്ക് ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്പയർ ചെയ്യാനോ അതിനൊന്നും സാധിക്കില്ല. ഇതൊരു വേറൊരു മൂവിയായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പാണ്. സോ ഈ മൂവി കാണാത്തവർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം.